Today we are going to discuss about atomic mass unit, average atomic mass, formula mass, molecular mass, percentage composition and determination of molecular formula. ഇത്രയും സെക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാർട്ട് ഇതിൽ വരുന്ന ലാസ്റ്റ് 7th സെക്ഷനാണ് ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ ഫോർമുല. ഓക്കെ, പിന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, യൂസിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ മോളിക്കുലാർ ഫോർമുല ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് വാട്ട് ഈസ് അറ്റോമിക് മാസ് അല്ലേ. അപ്പോൾ അറ്റോമിക് മാസ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 the mass of carbon 12 isotope. അപ്പോൾ ഹിയർ atomic mass is related to carbon 12 isotope, so this is called a relative atomic mass. What is atomic mass? Atomic mass is defined as the number which is greater than 1/12 the mass of carbon 12 isotope. അപ്പോൾ നമ്മളിവിടെ റിലേറ്റീവ് അറ്റോമിക് മാസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്? ഇപ്പോൾ 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഓർ 1 AMU ഈസ് ഡിഫൈൻഡ് ആസ് ദി മാസ് exactly equal to 1/12 the mass of carbon 12 isotope. What is 1 AMU? 1 AMU is the atomic mass unit is defined as the mass exactly equal to 1/12 the mass of carbon 12 isotope. So 1 AMU is equal to 1/12 into carbon 12 isotope, mass of carbon 12 isotope. That is the value of 1 AMU is equal to 1.66056 into 10⁻⁻24 gram. ഇതിൻ്റെ വാല്യൂ നിങ്ങൾ ക്ലിയർ ചെയ്യും. ഇത് എക്സാമിന് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് 1 AMU is equal to 1.66056 into 10⁻⁻24 gram. അപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, അറ്റോമിക് മാസിൻ്റെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. ദാറ്റ് ഈസ് അറ്റോമിക് മാസ്. ഓക്കെ, റിലേറ്റീവ് അറ്റോമിക് മാസ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്, ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് ഇൻ AMU? അറ്റോമിക് മാസ് നമ്മൾ AMUയിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പം ദ യൂണിറ്റ് ഓഫ് നമ്മൾ സാധനം അറ്റോമിക് മാസിന് യൂണിറ്റ് പറയുക AMU. റിലേറ്റീവ് അറ്റോമിക് മാസ്, യൂണിറ്റ് ഓഫ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഈസ് AMU. ദെൻ ലേറ്റർ ഇറ്റ് ഈസ് AMU ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ യൂസിങ് U. ദാറ്റ് മീൻസ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഹൗ മച്ച്? 15.995 U. അപ്പോൾ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് in AMU? Simple, mass of an atom of the element by 1 AMU. Mass of an atom of the element by 1 AMU, or mass of an element in gram by mass of an element in gram by Avogadro's number into 1 AMU. Okay, so how can you calculate relative atomic mass or atomic mass in AMU? Mass of an element in gram by Avogadro's number into 1 AMU. Then what is the value of Avogadro's number? 6.022 into 10⁻23. This number is called Avogadro's number. This is called Avogadro's number. Then how can you calculate atomic mass in AMU? Simple equation, mass of an element in gram by Avogadro's number into 1 AMU. Then what is the value of 1 AMU? 1 AMU is equal to 1.66056 into 10⁻⁻24 gram. Okay, ഒരു എക്സാമ്പിൾ നോക്കുക. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻ AMU? അത് ഹൈഡ്രജൻ അറ്റോമിക് മാസ് AMUയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ലേ? നിങ്ങളവിടെ എഴുതിയിരിക്കുന്ന സ്റ്റെപ്പ് നോക്കിയാൽ മനസ്സിലാവും. മാസ് ഓഫ് എൻ ആറ്റം ഓഫ് ഹൈഡ്രജൻ, അവിടെ ഞാൻ വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട് 1.67 into 10⁻⁻24 gram. അപ്പോൾ മാസ് ഓഫ് എൻ ആറ്റം ഓഫ് ഹൈഡ്രജൻ ഹൗ മച്ച്? 1.67 into 10⁻⁻24 gram. അങ്ങനെ ഡൗട്ട് വരും, ഹൗ ദിസ് വാല്യൂ ഈസ് ഒബ്റ്റൈൻഡ്? അപ്പോൾ സിമ്പിൾ, 1 Avogadro's number. ഹൈഡ്രജൻ്റെ മാസ് നമ്മൾ 1 ആയിട്ട് കൊടുക്കുക. അപ്പോൾ 1 Avogadro's number, അതാണ് ആ വാല്യൂ, 1 Avogadro's number. ഓക്കെ, അപ്പോൾ 1 Avogadro's number. ഓക്കെ, ദെൻ വി നോ ദാറ്റ് 1 AMU is equal to 1.66056 into 10⁻⁻24 gram. So atomic mass of hydrogen in AMU is equal to, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം, അതായത് മാസ് ഓഫ് എൻ എലമെൻറ്റ് ബൈ അവഗാഡ്രോസ് നമ്പർ ഇൻറ്റു 1 AMU. അപ്പോൾ മാസ് ഓഫ് എൻ ആറ്റം എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? അതായത് 1 അവഗാഡ്രോസ് നമ്പർ, അതിൻ്റെ വാല്യൂ 1.67 into 10⁻⁻24 gram. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഡിവൈഡ് ബൈ AMU ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1.0078 U എന്ന് കിട്ടും. അതായത് 1.008 U. നിങ്ങൾ ഇതേപോലെ ഓക്സിജൻ്റെ കേസിലും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ,
Next part, what is average atomic mass? Average atomic mass can be calculated in condition, that is, this condition is element exists as a mixture of isotopes. The atomic mass of many of the elements have fractional values because they exist as a mixture of isotopes. In the case of such elements, the atomic mass is taken as the average of the atomic masses of various isotopes. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് വളരെ ഈസിയാണ്. നോക്കിക്കോ, ഞാനവിടെ എഴുതി വെച്ച് നോക്കിയിരിക്കുന്നത് എ ആൻഡ് ബി ആർ ദി അറ്റോമിക് മാസ് corresponding isotopes. M and N are their percentage abundance. So the average atomic mass equal to M into A plus N into B by M plus N. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് പെർസെൻറ്റേജ് അബണ്ടൻസ് ഇൻറ്റു അറ്റോമിക് മാസ് പ്ലസ് പെർസെൻറ്റേജ് അബണ്ടൻസ് ഇൻറ്റു അറ്റോമിക് മാസ് പ്ലസ് അങ്ങനെ എടുക്കുക. പെർസെൻറ്റേജ് അബണ്ടൻസ് ഇൻറ്റു അറ്റോമിക് മാസ് ബൈ ടോട്ടൽ പെർസെൻറ്റേജ് അബണ്ടൻസ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് എന്ത് ആവറേജ് അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ആവറേജ് അറ്റോമിക് മാസിൻ്റെ കേസ് നമുക്ക് വരുന്നത് ഐസോട്ടോപ്പിക് മിക്സറിൻ്റെ കേസിലാണ്. കുറേ ഐസോട്ടോപ്പിൻ്റെ മിക്സർ, ഇപ്പോൾ എക്സാമ്പിൾ ക്ലോറിൻ്റെ എടുക്കുക, പിന്നെ അതിൽ കാർബണിൻ്റെ എടുക്കുക, പിന്നെ ഹൈഡ്രജൻ്റെ എടുക്കുക, വേണമെങ്കിൽ നമുക്ക് ബോറോണിൻ്റെ എടുക്കുക. ഏത് എക്സാമ്പിൾ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആവറേജ് അറ്റോമിക് മാസ് ഈസ് ദി ആവറേജ് ഓഫ് അറ്റോമിക് മാസ് ഓഫ് എൻ എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എൻ ഐസോട്ടോപ്പിക് മിക്സർ. ഓക്കെ, നിങ്ങൾ ആവറേജ് അറ്റോമിക് മാസ് എന്ന പ്രോബ്ലം നോക്കിക്കോ. എൻ ഐസോട്ടോപ്പിക് മിക്സർ കണ്ടെയ്നിങ് 80% boron 59 and 20% boron 510. To calculate its average atomic mass, വളരെ സിമ്പിളായിട്ട് പെർസെൻറ്റേജ് അബണ്ടൻസ് ഇൻ ഫസ്റ്റ് കേസ് 80%, then second case 20%. Then atomic mass in first case boron 59 means atomic mass 9 and boron 510 atomic mass 10. So average atomic mass equal to 80 into 9 plus 10 into 20 by 80 plus 20. That is 720 plus 200 by 100. 920 by 100, that is equal to 9.2 U. Okay, U means unified mass. Okay, next question undo. Ordinary chlorine is a mixture of two isotopes with atomic mass 35U and 37U, and they are present in the ratio 3:1. അപ്പോൾ അവിടെ പെർസെൻറ്റേജിന് പകരമായിട്ട് 3:1 എന്ന റേഷ്യോ തന്നു. അപ്പോൾ അവിടെ നോക്ക്, A and B are their atomic mass, then M and N are their percentage abundance. But here percentage abundance നമുക്ക് തന്നിട്ടില്ല, പകരം എന്ത് ചെയ്യുക, അവിടെ റേഷ്യോ 3:1. ദാറ്റ് ഈസ് 30. ക്ലോറിൻ്റെ ഫസ്റ്റ് കേസിൽ 35U മാസ് ഉള്ളത് അത് 3ഉം മറ്റേത് 37 ഉള്ളത് 1 ആയിട്ട് എടുക്കുക. അപ്പം M ആൻഡ് N M3 N1. അപ്പം നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വാല്യൂ എത്ര കിട്ടും അവിടെ, വളരെ ഈസി ആയിട്ട് 35 into 3 പ്ലസ് 37 into 1 by 3 plus 1, that means 4. ടോട്ടൽ ആൻസർ 35.5 U. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഫോർമുല മാസ്. അതായത് ഇൻ അയോണിക് കോമ്പൗണ്ട്സ് വി യൂസ് ഫോർമുല മാസ് ഇൻസ്റ്റെഡ് ഓഫ് മോളിക്കുലാർ മാസ്. അതായത് അയോണിക് കോമ്പൗണ്ട്സിൻ്റെ കേസിൽ നമ്മൾ ഫോർമുല മാസാന്ന് പറയല്, ഏതിന് പകരമായിട്ട്, മോളിക്കുലാർ മാസ് പറയുന്നതിന് പകരമായിട്ട്. അപ്പോൾ ഫോർമുല മാസ് ഓഫ് എൻ അയോണിക് കോമ്പൗണ്ട് ഈസ് ദി സം ഓഫ് ദി അറ്റോമിക് മാസസ് ഓഫ് ആറ്റംസ് ഇൻ എ ഫോർമുല യൂണിറ്റ് ഓഫ് ദി കോമ്പൗണ്ട്. ഇപ്പോൾ ഫോർമുല യൂണിറ്റ് ഓഫ് ദി കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന മോളിക്കുലാർ ഫോർമുല പോലെ തന്നെയാണ്. അത് ഇൻ ദി കേസ് സോഡിയം ക്ലോറൈഡ്, വാട്ട് ഇസ് എ ഫോർമുല യൂണിറ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ്, NaCl. ഓക്കെ, NaCl Na പ്ലസ് Cl മൈനസ് N, അങ്ങനെ NaCl എന്നുള്ള കോമ്പൗണ്ട്. അപ്പോൾ NaCl സോഡിയം ആൻഡ് ക്ലോറിൻ. ദെൻ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ഫോർമുല മാസ് സോഡിയം ക്ലോറൈഡ്? വളരെ സിമ്പിളായിട്ട് അറ്റോമിക് മാസ് സോഡിയം പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ, ദാറ്റ് ഈസ് അറ്റോമിക് മാസ് സോഡിയം 23U, ദെൻ അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ ഹൗ മച്ച്, 35.5 U. അങ്ങനെയാണെങ്കിൽ രണ്ടും നമ്മൾ ആഡ് ചെയ്താൽ 23 പ്ലസ് 35.5, ദാറ്റ് ഈസ് 58.5 U. അപ്പം U എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് മാസ്. നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഗ്രാം മോളിക്കുലാർ മാസ് ആവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റിലാണ്, ദാറ്റ് ഈസ് യൂണിഫൈഡ് മാസിൻ്റെ യൂണിറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ U എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധനം ചെയ്യുന്ന പോലെ തന്നെയാണ്. 58.5 ഗ്രാം എന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ഗ്രാം. ഓക്കെ, അപ്പോൾ അത് ഗ്രാം മോളിക്കുലാർ മാസ് ഓർ ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഫോർമുല മാസ്. അപ്പോൾ ഫോർമുല മാസ് ഇൻ ദി കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. നെക്സ്റ്റ് പാർട്ട് നോക്കുക, എല്ലാം കണക്റ്റഡ് പാർട്ടാണ്. ദെൻ വാട്ട് ഈസ് മോളിക്കുലാർ മാസ്? അപ്പോൾ മോളിക്കുലാർ മാസ് മീൻസ് മോളിക്കുലാർ മാസ് ഇൻ ദി കേസ് ഓഫ് എ കോമ്പൗണ്ട് ഓർ എ മോളിക്യൂൾ. ദെൻ മോളിക്കുലാർ മാസ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് എ സം ഓഫ് അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് എ കോമ്പൗണ്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്.
Then example is molecular mass of CH4. How can you calculate molecular mass of CH4? Simple. How many number of carbon atom? 1. So how many number of hydrogen atom? 4. So ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്ത് നോക്ക് 1 into C plus 4 into H. അപ്പോൾ 1 into 12 plus 4 into H. 4 into 1. That is 16 U. The next molecular mass of water. How much? 2 into H plus 1 into O. First split ചെയ്തു water molecules. Then substitute the atomic mass of hydrogen and oxygen. So 2 into 1 plus 1 into 16. How much? 18 U. The next, very important question. Calculate the molecular mass of glucose. C6H12O6. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? 6 into C plus 12 into H plus 6 into O. അപ്പോൾ എത്ര കിട്ടും? അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12, ഹൈഡ്രജൻ 1, ദെൻ ഓക്സിജൻ 16. നമ്മളെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഹൗ മച്ച് വാല്യൂ? 180 U. 150 U എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ മോളിക്കുലർ മാസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ബൈ ആഡിങ് അറ്റോമിക് മാസ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. നെക്സ്റ്റ് പാർട്ട് കണക്ട് ചെയ്ത് പോലെയാണ്. നമുക്കിപ്പോൾ ഹിയർ വി ഫസ്റ്റ് നമ്മൾ തൊട്ട് മുന്നേ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്ത് മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് നമ്മൾക്ക് വേണമെങ്കിൽ മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മോളാർ മാസ്. ഒരു മോള് സബ്സ്റ്റൻസിൻ്റെ മാസ്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ H2O എന്ന് പറഞ്ഞാൽ H2O, ഇപ്പോൾ വാട്ടറിൻ്റെ മോളാർ മാസ് 18 ഗ്രാമാണ്. പക്ഷേ നിങ്ങൾ 2H2O എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2H2O 2 ഇൻറ്റു ആ വാട്ടറിൻ്റെ മോളിക്കുലർ മാസ് 18 എടുക്കുമ്പോൾ 2 ഇൻറ്റു 18 36 വരും. അപ്പോൾ 36 ഇസ് നോട്ട് എ മോളാർ മാസ്. അപ്പോൾ മോളാർ മാസ് മീൻസ് മാസ് ഓഫ് 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മോളാർ മാസ്. എങ്കിൽ എങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയോ, യൂസിങ് മോളാർ മാസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ വാട്ട് ഈസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ഈച്ച് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ എലമെൻറ്റും എത്ര പെർസെൻറ്റേജ് ഉണ്ടാകും? ഓരോ എലമെൻറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ വാട്ടർ എടുത്താൽ അതിൽ എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഓക്സിജൻ ഉണ്ട്, ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ? സിമ്പിൾ. മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ദി കോമ്പൗണ്ട് ബൈ മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻറ്റു 100. മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ്. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ് ഹിയർ വി കാൽക്കുലേറ്റ് ഇൻ ദി കേസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ? ഹൈഡ്രജൻ. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ടോട്ടൽ മാസ് ഓഫ് ഹൈഡ്രജൻ്റെ ടോട്ടൽ മാസ് ഓഫ് ഹൈഡ്രജൻ ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ ഇൻറ്റു 100. ഓക്കെ, ഹിയർ വി കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഗ്ലൂക്കോസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്നുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് വി ക്യാൻ കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് മീൻസ് നമ്മൾ നേരത്തെ പഠിച്ചു മോളിക്കുലർ മാസ്, അതന്നെ മോളാർ മാസ്. ഗ്ലൂക്കോസിൻ്റെ 1 മോളിക്യൂൾ എടുത്താൽ മതി, 1 മോൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ആൻസർ 180 കിട്ടും. എങ്കിൽ എങ്ങനെയാണ് ഞാനവിടെ ചെയ്ത് നോക്കിയാൽ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈക്വൽ ടു ദെൻ ഹൗ മെനി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ഗ്ലൂക്കോസ്? 6 അല്ലേ. സോ 6 ഇൻറ്റു 12 ബൈ മോളാർ മാസ് ഹൗ മച്ച്? 180 ഇൻറ്റു 100. നമ്മൾ ചെയ്യുമ്പോൾ 40% കിട്ടും. ദെൻ പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു H 12 ഇൻറ്റു 1 ബൈ 180 ഇൻറ്റു 100. ചെയ്യുന്ന സമയത്ത് 6.666 അങ്ങനെ പോകും വാല്യൂ. അതിനടുത്ത പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 16 ബൈ 180 ഇൻറ്റു 100. ആ 6 ഇൻറ്റു 16 എന്ന് വന്നാൽ മനസ്സിലായിട്ടുണ്ടാകും. 6 ഇൻറ്റു O. ദെൻ ഹൗ മെനി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ഗ്ലൂക്കോസ്? 6 oxygen. So total atomic mass of oxygen how much? 6 into 16. Because atomic mass of oxygen 16. 6 into 16 by 180. അപ്പോൾ നമുക്ക് ആൻസർ 53.33 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഓക്കെ ആണല്ലോ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ക്ലിയർ അല്ലേ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പറയുന്ന സെക്ഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഏത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് C2H6 CH4 ആൻഡ് MgSO4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്ക്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ യൂസിങ് അറ്റോമിക് മാസ് മോളിക്കുലർ മാസ് ഓഫ് എ കോമ്പൗണ്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ദെൻ യൂസിങ് മോളിക്കുലർ മാസ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൗ ക്യാൻ യു ഡിറ്റർമിൻ ദ മോളിക്കുലർ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്? ഞാനവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയാൽ മതി. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു N ഇൻറ്റു എംപെരിക്കൽ ഫോർമുല. ദറ്റ് ഈസ് ചുരുക്കിയിട്ട് MF ഈക്വൽ ടു N ഇൻറ്റു EF. വാട്ട് ഈസ് MF? മോളിക്കുലർ ഫോർമുല. What is EF? Empirical formula. What is EF? Empirical formula. What is MF? Molecular formula. Then N is equal to, how can you calculate N? N is equal to molecular mass by empirical formula mass. Molecular mass by empirical formula mass. അപ്പോൾ നമ്മൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ N കാണുമോ? N എന്ന് പറയുന്ന നമ്പറാണ്. ആ N is equal to MM by EF. What is MM?
മോളിക്കുലാർ മാസ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ്. ഇങ്ങനെയാണ് n കാണുക. അപ്പോൾ n ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, അപ്പോൾ മോളിക്കുലാർ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇക്വേഷൻ ഇതാണ്. മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു n ഇൻറ്റു എംപെരിക്കൽ ഫോർമുല. ഇനി നിങ്ങൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ദ മോളിക്കുലാർ മാസ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് 180, 180. ഇറ്റ് കണ്ടെയ്ൻസ് കാർബൺ 40%, ഹൈഡ്രജൻ 6.66% ആൻഡ് ഓക്സിജൻ 53.33%. ചോദിച്ചത് വാട്ട് ഈസ് ഇറ്റ്സ് മോളിക്കുലാർ ഫോർമുല. നിങ്ങളിപ്പോൾ കണ്ട ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന ആ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ മനസ്സിലായത്, ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കോളം വരക്കണം. ഫസ്റ്റ് കോളത്തിൽ എന്തെങ്കിലും എലമെൻറ്റ്സ് ഉണ്ട്, കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. സെക്കൻഡ് കോളത്തിൽ നിങ്ങൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എഴുതുക. അത് 40%, 6.66%, പിന്നെ 53.33%. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെയിം പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മൾ ഗ്രാമിൽ എഴുതി വെച്ചാൽ മതി. അതന്നെ 40% 40 ഗ്രാം, പിന്നെ 6.66% 6.66 ഗ്രാം, പിന്നെ ഓക്സിജൻ്റെ 53.33 ഗ്രാം. ദെൻ വി നോ ദാറ്റ് അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12, ഹൈഡ്രജൻ 1, ഓക്സിജൻ 16. ഇപ്പോൾ നിങ്ങൾ 1 കൊടുത്താൽ മതി ഹൈഡ്രജൻ്റെത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഫിഫ്ത്ത് സ്റ്റെപ്പിൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് വളരെ ഈസിയാണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇൻ ഗ്രാം ബൈ അറ്റോമിക് മാസ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഇൻ ഗ്രാം ബൈ അറ്റോമിക് മാസ്. അപ്പോൾ അവിടെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ 40/12. ഇപ്പം നമുക്കിവിടെ 40/12 ചെയ്യുമ്പോൾ 3.33. ദെൻ 6.66/1 എത്ര കിട്ടും? 6.66. ദെൻ 53.33/16 എത്ര കിട്ടും? 3.33. ഇനി സിക്സ്ത് സ്റ്റെപ്പിൽ ചെയ്യുന്നത് സിമ്പിൾ റേഷ്യോ. ആ സിമ്പിൾ റേഷ്യോ കാണാൻ വേണ്ടി വഴി എന്നറിയാം. നിങ്ങളവിടെ ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. 3.33, 6.66, 3.33. അതിൽ ലീസ്റ്റ് നമ്പർ ഏതാണ്? ഏറ്റവും ലീസ്റ്റ് നമ്പർ 3.33. അതെടുത്തിട്ട് 3 വാല്യൂസിനും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 3.33/3.33 1, പിന്നെ 6.66/3.33 2, പിന്നെ 3.33/3.33 1. സോ സിമ്പിൾ റേഷ്യോ 1:1, 1:2:1. ഇനി അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടത് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഇവിടെ ഹോൾ നമ്പർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചില കേസിൽ ഹോൾ നമ്പർ വരണമെന്നില്ല. അപ്പോൾ 1ഉം 1.5 എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഹോൾ നമ്പറിലേക്ക് മാറ്റേണ്ടത്, നേരെ ഡബിൾ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഹോൾ നമ്പർ റേഷ്യോ 1:1. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ കിട്ടി? ഈ കോളം വരച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ റേഷ്യോ ബിറ്റ്വീൻ കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അത് എത്ര കിട്ടി? 1:2:1. ഇനി നിങ്ങൾ അത് വെച്ചിട്ട് എംപെരിക്കൽ ഫോമിൽ എഴുതുക. അപ്പോൾ എന്ത് കിട്ടി? C1H2O1. അതിൽ നിന്ന് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എംപെരിക്കൽ ഫോമുല മാസ് കാണും സാധാരണ പോലെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 ഗ്രാം കിട്ടും. ദെൻ വി നോ ദാറ്റ് മോളിക്കുലാർ മാസ് ഈക്വൽ ടു എത്രയാണ്? 180. അതിൽ നിന്ന് n കാണുക. അപ്പോൾ mm/EFM എത്ര കിട്ടും? 180/30 കിട്ടും. ഓക്കെ, ലാസ്റ്റ് നമുക്ക് അവിടെ n-ൻ്റെ വാല്യൂ കിട്ടും. n-ൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു mm/EFM. അപ്പോൾ mm ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് തന്നിരിക്കുന്ന 180/30. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 കിട്ടും. 180/30 6 കിട്ടും. എങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം മോളിക്കുലാർ ഫോർമുല ഇസ് ഈക്വൽ ടു n ഇൻറ്റു എംപെരിക്കൽ ഫോർമുല. അപ്പോൾ ഇവിടെ n-ൻ്റെ വാല്യൂ 6 ആണ്. സോ എംപെരിക്കൽ ഫോർമുല എന്താണ്? C1H2O1 ആണ്. നമ്മൾ C1H2O1 അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൻസർ C6H12O6.